ആഗോള അയ്യപ്പ സംഗമം ഇടത് നയ വ്യതിയാനത്തിന്റെ ഭാഗമാണെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനമുന്നയിച്ചു. ആരാണ് ഈ പൗരപ്രമുഖരെന്നും പ്രതിനിധികൾ ചോദിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ CPM വിധേയത്വത്തിനെതിരെയും വിമർശനമുയർന്നു. കൊല്ലത്ത് നിന്നുള്ള പ്രതിനിധികളാണ് സംസ്ഥാന സെക്രട്ടറിയെ ലക്ഷ്യമാക്കി വിമർശനങ്ങൾ കൂടുതലായി ഉയർത്തിയത്. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനുമെല്ലാം ഇരുന്ന കസേരയാണ് സംസ്ഥാന സെക്രട്ടറിയുടേതെന്ന് ഓർക്കണമെന്ന് പ്രതിനിധികൾ പറഞ്ഞു. ആഭ്യന്തര വകുപ്പിനെ ഇങ്ങനെ തഴുകരുത്. സംസ്ഥാന സെക്രട്ടറി പോലീസിനെ വെള്ളപൂശുന്നത് എന്തിനാണെന്നും ചോദ്യമുയർന്നു. തൃശൂർ പൂരം കലക്കലിൽ വിവാദമുണ്ടായിട്ടും പാർട്ടി പ്രതിരോധിച്ചു എന്നായിരുന്നു ചില പ്രതിനിധികളുടെ ചോദ്യം. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കരുതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJPക്ക് വോട്ട് ചെയ്യുന്നത് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി സ്വപ്ന ലോകത്താണ് ജീവിക്കുന്നത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കാര്യം ബോധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2014 മുതൽ 2025 ഇതുവരെയുള്ള ഭാരതത്തിന്റെ വികസനത്തെക്കുറിച്ച് കാണണം. ഇപ്പോൾ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഭാരതം. അതിവേഗം വികസനം കൊണ്ടുവരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ ജനങ്ങൾ നൽകിയ ഓണ സമ്മാനമാണ് GST പരിഷ്കരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരായ ഗൂഢാലോചന കേസിൽ വീണ്ടും നിർണായക വഴിത്തിരിവ്. കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച തെളിവുകളും മൊഴികളും കൃത്രിമമെന്ന് ലോറി ഉടമ മനാഫ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചുവെന്നാണ് വിവരം. ഇതോടെ വൻ ഗൂഢാലോചനയുടെ ചുരുളഴിയുകയാണ്. ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗമായ മനാഫിനെ കഴിഞ്ഞ 3 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയായിരുന്നു. ധർമ്മസ്ഥലയ്ക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ച മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ അറസ്റ്റിനെ തുടർന്നാണ് കേസിൽ സാക്ഷികളായ മനാഫ് ഉൾപ്പെടെയുള്ളവർ സംശയത്തിന്റെ നിഴലിലാകുന്നത്. പൊതുജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ വ്യാജ തെളിവുകൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് കേസിലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ഹൃദയാഘാതം മൂലം ആശുപത്രിയിൽ എത്തിച്ച MK മുനീർ MLA ചികിത്സയിൽ തുടരുന്നു. പൊട്ടാസ്യം നില അപകടകരമായ വിധം താഴ്ന്നിരുന്നു. പിന്നാലെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. നിലവിൽ വിവിധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം കൊടുവള്ളി മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. പിന്നാലെയാണ് MK മുനീറിന് ശാരീരിക അവശത അനുഭവപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13, 14 തീയതികളിൽ ആസാം സന്ദർശിക്കും. 18,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. നാളെ ഗുവാഹത്തി ഗാനപ്പാറ വെറ്റിനറി കോളേജ് ഫീൽഡിൽ നടക്കുന്ന ഭാരതരത്ന ഡോക്ടർ ഭൂപൻ ഹസാരികയുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി പങ്കെടുക്കും. ഡോക്ടർ ഹസാരികയുടെ ചിത്രം ആലേഖനം ചെയ്ത നാണയവും ചടങ്ങിൽ മോദി പുറത്തിറക്കും. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിന്റെ 132ാം വാർഷിക ദിനത്തിൽ പ്രസംഗം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം ഒരു നിർണായക നിമിഷമായി കണക്കാക്കപ്പെടുന്നുവെന്ന് പ്രസംഗം പങ്കുവച്ച് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമമായ Xൽ കുറിച്ചു. ഐക്യത്തിനും സാർവത്രിക സാഹോദര്യത്തിനും ഊന്നൽ നൽകി ലോകവേദിയിൽ ഭാരത സംസ്കാരത്തിന്റെ ആദർശങ്ങളെക്കുറിച്ച് അദ്ദേഹം ആവേശത്തോടെ സംസാരിച്ചു. നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ടതും പ്രചോദനാത്മകവുമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അതെന്നും പ്രധാനമന്ത്രി കുറിച്ചു. സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം ഉൾക്കൊള്ളുന്ന ബേലൂർ മഠത്തിന്റെ വെബ്സൈറ്റിന്റെ ലിങ്കാണ് കുറിപ്പിനൊപ്പം പങ്കുവച്ചത്. എഥനോൾ കലർത്തിയ പെട്രോൾ വിതരണം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്നുവന്ന വിവാദത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. വിഷയത്തിൽ തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ പണം നൽകിയുള്ള പ്രചാരണം നടക്കുന്നുണ്ടെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു. E20 പെട്രോളുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഇപ്പോൾ തെളിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡ് ഗരിയബന്ദിൽ 10 മാവോയിസ്റ്റുകളെ വധിച്ചു. CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം മനോജ് ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് വധിച്ചത്. ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, CRPFന്റെ കോബ്ര കമാൻഡോകൾ എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് മാവോവാദികൾ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണെന്നും റായ്പൂർ റേഞ്ച് IG അംബരീഷ് മിശ്ര പറഞ്ഞു. ഗരിയബന്ദിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. കൊല്ലപ്പെട്ട മനോജിന്റെ തലയ്ക്ക് 1 കോടി ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പ്രദേശത്ത് മാവോയിസ്റ്റുകൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. റായ്ബറേലിയിൽ ഉഞ്ചഹാറിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗം ബഹിഷ്കരിച്ച് വിമത SP MLA മനോജ് പാണ്ഡെ. യോഗം ആരംഭിച്ചയുടൻ പ്രധാനമന്ത്രി മോദിക്കെതിരെ രാഹുൽ നടത്തിയ മോശം പരാമർശങ്ങൾക്കെതിരെ MLA മനോജ് പാണ്ഡെ അപവാദ പ്രമേയം അവതരിപ്പിച്ചു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ രാഹുൽ ഗാന്ധി ഇതിന് വിസമ്മതിച്ചതോടെ ഉടൻ പ്രതിഷേധിച്ച് അദ്ദേഹം യോഗം ബഹിഷ്കരിച്ചു. സുപ്രീം കോടതി, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ രാജ്യത്തെ അഭിമാനകരമായ സ്ഥാപനങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി തുടർച്ചയായി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്നും രാഹുൽ ഗാന്ധി വോട്ടർമാരുടെ സർവേ നടത്തിയ ഏജൻസി തന്നെ പരസ്യമായി ക്ഷമാപണം നടത്തിയിട്ടുണ്ടെന്നും യോഗം ബഹിഷ്കരിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മനോജ് പാണ്ഡെ പറഞ്ഞു.
നേപ്പാളിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ഇടക്കാല പ്രധാനമന്ത്രിയായി കുൽമൻ ഹിസിംഗ് ചുമതലയേൽക്കും. പ്രധാനമന്ത്രിയായിരുന്ന KP ശർമ്മ ഒലി രാജിവെച്ചതിനെ തുടർന്നാണിത്. നേപ്പാൾ വൈദ്യുതി ബോർഡ് മുൻ ചെയർമാനാണ് ഈ 54-കാരൻ. പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാരും രാജിവെച്ചൊഴിഞ്ഞതിനെ തുടർന്ന് ഇടക്കാല സർക്കാർ രൂപീകരണത്തിനായി നേപ്പാളിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. കാഠ്മണ്ഡു മേയർ ബാലേന്ദ്ര ഷാ, നേപ്പാൾ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി എന്നിവരുടെ പേരുകളും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നെങ്കിലും അവസാനം കുൽമനെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാലേന്ദ്രയുടെ പേരാണ് ജൻസി പ്രതിഷേധക്കാർ ആദ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ അദ്ദേഹം പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. മുൻ ചീഫ് ജസ്റ്റിസ് സുശീലയ്ക്ക് വേണ്ടിയും ചർച്ചകൾ നടന്നെങ്കിലും മുൻ ജഡ്ജിമാർ പ്രധാനമന്ത്രിയാകുന്നതിനെ പലരും എതിർത്തതോടെ കുൽമാനെ നിശ്ചയിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന പദവി ഇലോൺ മസ്കിൽ നിന്ന് നഷ്ടപ്പെട്ടു. ഓറക്കിൾ സഹസ്ഥാപകൻ ലാറി എൽസൺ ആണ് ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ. ഏകദേശം ഒരു വർഷത്തോളം ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്ന സ്ഥാനം മസ്കിന് സ്വന്തമായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം പുറത്തുവന്ന ഒറാക്കിളിന്റെ വരുമാന റിപ്പോർട്ട് പ്രകാരം എൽസന്റെ സമ്പത്ത് $101 ബില്യൺ ഉയർന്ന് $393 ബില്യൺ ഇതോടെ മസ്കിന്റെ $385 ബില്യൺ പിന്നിലാക്കി എലിസൺ ലോകത്തിലെ 1-ാം സ്ഥാനത്തെ സമ്പന്നനായി. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ ആസ്തിയിൽ $101 ബില്യൺ വർധനവാണുണ്ടായത്. ഇസ്രായേലിനെതിരെ വീണ്ടും പടപ്പുറപ്പാടുമായി പാകിസ്ഥാൻ. ഗൾഫ് മുസ്ലിം രാജ്യങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വ്യാഴാഴ്ച ഖത്തർ സന്ദർശിക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു. 2 ദിവസം മുമ്പ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ഒരു വലിയ ആക്രമണം നടത്തിയ സമയത്താണ് ഷെരീഫിന്റെ സന്ദർശനം. ദോഹയിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടുള്ള ഭീരുവായ ഇസ്രായേലി വ്യോമാക്രമണങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഐക്യദാർഢ്യത്തിന്റെയും പ്രാദേശിക ഐക്യത്തിന്റെയും പ്രതീകമാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ ഉൾപ്പെടുന്ന ഒരു ഉന്നതതല പ്രതിനിധി സംഘവും പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ടാകും. ഖത്തറിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കുമുള്ള പാകിസ്ഥാന്റെ അചഞ്ചലമായ പിന്തുണയും ഈ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഷെരീഫ് ദോഹയിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ കാണുകയും ഖത്തറിലെ ജനങ്ങൾക്കും നേതൃത്വത്തിനും പാകിസ്ഥാന്റെ അഗാധമായ അനുശോചനവും പിന്തുണയും അറിയിക്കുകയും ചെയ്യും.